ധന്യ, ദുരന്തം നടന്ന് 9ാമത്തെ ദിവസമാണ് ഈ ടാങ്കറിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കൃത്യമായ സൂചന ഔദ്യോഗികമായി ലഭിക്കുന്നത്. ഇതിനു മുമ്പ് പല ഘട്ടത്തിൽ ഇത്തരത്തിൽ ലോക സിഗ്നലുകളൊക്കെ ലഭിച്ചിരുന്നെങ്കിലും അതൊന്നും കൃത്യമായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ കർണാടക റവന്യൂ വകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇത് ഈ ലോറി തന്നെയാണ് ഇതിനടിയിലുള്ളത് എന്നത് തന്നെ അക്കാര്യത്തിൽ അദ്ദേഹം ആ ട്രക്ക് തന്നെയെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. അങ്ങനെ ട്രക്ക് എന്ന് സ്ഥിരീകരിച്ച ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം അത് അർജുന്റെ ട്രക്ക് തന്നെയാണ്. മറ്റേതെങ്കിലും ട്രക്ക് ഈ ദുരന്തത്തിൽ പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ പൊസിഷൻ എവിടെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷേ ട്രക്കിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. 2 തരത്തിലുള്ള പരിശോധനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ബൂം എന്ന് പറയുന്ന മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് നീക്കൽ പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോഴും തുടരുന്നുണ്ട്. ഇടയ്ക്ക് കനത്ത മഴ വന്നതിനെ തുടർന്ന് അല്പസമയം നിർത്തിവെച്ചിരുന്നെങ്കിൽ കൂടിയും ഇപ്പോൾ വീണ്ടും മണ്ണ് മാന്തി തുടങ്ങിയിട്ടുണ്ട്. അത് പ്രധാനമായും ഈ ട്രക്ക് ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുള്ള ആ പ്രധാനപ്പെട്ട ലൊക്കേഷൻ 2 ലൊക്കേഷനിലാണുള്ളത്. അതിൽ ആദ്യത്തെ ലൊക്കേഷനിലാണ് കൂടുതലും സാധ്യതയെന്നാണ് നാവികസേനയുടെ നിഗമനം. ആ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു മണ്ണ് മാറ്റൽ പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അവിടെ നേരത്തെ ഒരു ചായക്കട ഉണ്ടായിരുന്ന കാര്യം നമുക്കറിയാം. ആ ചായക്കടയുടെ പിൻഭാഗത്തായി പുഴയോട് ചേർന്ന് വലിയ തോതിൽ മണ്ണ് ഇപ്പോൾ അടിഞ്ഞു കിടക്കുന്നുണ്ട്. ആ ഭാഗത്താണ് ഇപ്പോൾ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നാവികസേനക്കോ കരസേനക്കോ ഇവിടേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. പല ഘട്ടങ്ങളിലും കരനാവിക സേനാംഗങ്ങൾ അവരുടെ ഡിങ്കി ബോട്ടുകളിൽ, അതായത് യമഹ എഞ്ചിൻ ഘടിപ്പിച്ച ബോട്ടുകളാണ്, ആ ഡിങ്കി ബോട്ടുകളിൽ ഈ ഭാഗത്തേക്ക് എത്താനുള്ള ശ്രമം നടത്തി. പക്ഷേ നദി കുത്തിയൊലിച്ചൊഴുകുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. എന്തായാലും ഇപ്പോൾ നിലവിൽ കരനാവിക സേനാംഗങ്ങൾ ഈ ഡിങ്കി ബോട്ടുകൾ കരക്കടുപ്പിച്ച് കരയിൽ മാറി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് ഇന്ന് ഒരു ഘട്ടത്തിലും പുഴയിൽ മുങ്ങി പരിശോധന നടത്താൻ സാധിച്ചിട്ടില്ല. അവർ പലവട്ടം ഈ പ്രദേശത്ത് എത്തിയിരുന്നു, ഈ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത്. പക്ഷെ അവർക്ക് മുങ്ങി തപ്പാൻ കഴിഞ്ഞിട്ടില്ല. കാരണം വലിയ കുത്തൊഴുക്കാണ് പുഴയിൽ. മാത്രമല്ല പുഴ കലങ്ങി മറിഞ്ഞാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ അവർക്ക് ഇവിടേക്ക് മുങ്ങി പരിശോധന നടത്താൻ സാധിക്കുന്നില്ല. മാത്രമല്ല ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ കരനാവിക സേനാംഗങ്ങൾക്ക് ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് ഈ സിഗ്നൽ കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ട്രക്ക് ഉണ്ട് എന്ന് നമുക്ക് ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ എത്താൻ കഴിയാത്ത ഒരു സാഹചര്യവുമുണ്ട്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ രാത്രിയിലും തെരച്ചിൽ നടത്തുമെന്നാണ് നേരത്തെ കാർവാർ MLA അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. അദ്ദേഹം സ്ഥലത്തുണ്ട്. ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് കാർവാർ MLA ആണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കലക്ടർ, SP തുടങ്ങിയവരൊക്കെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്ഥലത്ത് ഉണ്ട്. പക്ഷേ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രമേ രാത്രിയിലും പരിശോധന തുടരാൻ കഴിയൂ. കാരണം അത്രമേൽ വലിയ മഴയും കാറ്റും ആണ് നിലവിൽ ഉണ്ടായിരുന്നത്. ആ മഴയും കാറ്റും ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് രാത്രിയിലെ രക്ഷാപ്രവർത്തനം നടക്കില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും.